നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഇറാൻ സംഘർഷം കനക്കുകയാണ്. ഇതിനിടെ മധ്യപൂർവ്വദേശ മേഖലയിലേക്ക് യുദ്ധവിമാനങ്ങളും പടക്കപ്പലുകളും കൊണ്ടുവരാൻ US നടപടി തുടങ്ങി എന്ന വിവരമാണ് പുറത്തുവരുന്നത്. പ്രത്യേകിച്ച് അമേരിക്ക ഈ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും ഇസ്രായേലിനോടൊപ്പം മാത്രമേ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇസ്രായേലിനൊപ്പം അമേരിക്ക കൂടി ചേർന്നാൽ ഇറാന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഇസ്രായേലിനൊപ്പം ആരൊക്കെയാണ് നിൽക്കുന്നത് അവർക്കൊക്കെ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന വലിയ മുന്നറിയിപ്പ് ഇറാന് നൽകിയിരിക്കുകയാണ്. മാത്രമല്ല റഷ്യ നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് കൂടി, അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് കൂടി നമുക്ക് നോക്കാം. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ സൈനികമായി ഇടപെടരുതെന്ന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് റഷ്യൻ വിദേശകാര്യ ഡെപ്യൂട്ടി മന്ത്രി സെർജി റാപ്കോവാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അമേരിക്ക ഇസ്രായേലിന് നേരിട്ട് സൈനിക സഹായം നൽകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് റഷ്യ ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഊഹാപോഹം പ്രചരിച്ചാൽ പോലും ഞങ്ങൾ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകുമെന്നും അമേരിക്ക ഇടപെടുന്ന അവസ്ഥയുണ്ടായാൽ മുഴുവൻ സാഹചര്യത്തെയും സമൂലമായി അസ്ഥിരപ്പെടുത്തുന്ന നടപടിയായിരിക്കുമെന്നുമാണ് റഷ്യയുടെ മുന്നറിയിപ്പ്. തീർച്ചയായിട്ടും നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമേരിക്ക ഇത്തരത്തിൽ സൈനികമായിട്ടുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു പിന്തുണ നൽകാം, പക്ഷേ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഇടപെടൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത്, അതിനെതിരെ ഒരു പ്രതിഷേധമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറ്റ് ഹൗസിലൊക്കെ ഉണ്ടായതാണ്. എന്തായാലും അമേരിക്ക ഇസ്രായേലിനൊപ്പം നിൽക്കുന്നു. അതിപ്പോൾ അതൊരു യുദ്ധതലത്തിലേക്ക് കൈകോർക്കലാകുമോ എന്ന ചോദ്യമൊക്കെ ആശങ്കയൊക്കെ ഉയരുന്നതിനിടയിലാണ് ഈ മധ്യപൂർവ്വ ദേശ മേഖലയിലേക്ക് യുദ്ധവിമാനങ്ങളും പടക്കപ്പലുകളും കൊണ്ടുവരിക എന്നൊരു നീക്കം കൂടി നടക്കുന്നു എന്ന ഒരു വിവരം പുറത്തു വരുന്നത്. നിലവിൽ അമേരിക്ക മേഖലയിൽ 19 കേന്ദ്രങ്ങളായി 40,000 സൈനികരുണ്ട്. ഇതിൽ ഇറാഖ്, ബഹ്റിൻ, ഈജിപ്ത്, ജോർദാൻ, കുവൈറ്റ്, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിലെ സ്ഥിരം കേന്ദ്രങ്ങളും ഉൾപ്പെടും. കുവൈറ്റിലുള്ള 5 കേന്ദ്രങ്ങളായി 13,500 സൈനികർക്കുള്ള സൗകര്യമാണ് ഉള്ളത്. മധ്യേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ എയർബേസായ ഖത്തർ അൽ ഉദൈദ് എയർബേസിൽ 10,000 സൈനികരും B-52, F-15, F-16 എന്നിവയടക്കം 100 കണക്കിന് പോർ വിമാനങ്ങളും ബോംബറുകളുമുണ്ട്. UAEയിൽ 3,500, ഇറാഖിൽ 2,500 എന്നിങ്ങനെയാണ് US സൈനികരുടെ എണ്ണം. ബഹ്റിനിലെ മനാമയിൽ 9,000 സൈനികരാണുള്ളത്. US നാവികസേനയുടെ 5ാം ഫ്ലീറ്റിന്റെ കേന്ദ്രമായ ഇവിടെ നിന്നാണ് ചെങ്കടൽ, പേർഷ്യൻ ഗൾഫ്, അറബിക്കടൽ എന്നിവിടങ്ങളിലെ വിമാനവാഹിനി കപ്പലുകളും മുങ്ങിക്കപ്പലുകളും മിസൈൽ വേദ കപ്പലുകളും നിയന്ത്രിക്കപ്പെടുന്നത്. F-16, 22, 35 ഗണത്തിലുള്ള കൂടുതൽ വിമാനങ്ങൾ ഉടൻ എത്തിക്കും എന്ന വിവരമാണ് പുറത്തുവരുന്നത്. USൽ നിന്ന് യൂറോപ്പിലേക്ക് 30 യുദ്ധവിമാനങ്ങളാണ് എത്തിച്ചിരിക്കുന്നത്. ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കർ വിമാനങ്ങൾ അടക്കം മേഖലയിൽ എത്തി എന്ന വിവരവും പുറത്തുവരുന്നു. USS ദി സള്ളിവൻസ്, ആർലിംഗ് ബുക്ക് എന്നീ യുദ്ധക്കപ്പലുകൾ ഇസ്രായേലിലേക്ക് വിടുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ തകർക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ആർലിംഗ് ബുർക്കിനെ മാറ്റി തോമസ് ഹട്ട്നർ എന്ന കപ്പൽ പകരം എത്തിയിരിക്കുകയാണ്. മേഖല വളരെയധികം കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അമേരിക്ക കൂടി ഇസ്രായേലിനോടൊപ്പം കൈകോർത്താൽ തീർച്ചയായിട്ടും അത് വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു യുദ്ധത്തിലേക്കും അത് മറ്റ് രാജ്യങ്ങളെ തീർച്ചയായിട്ടും ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെ നമുക്കറിയാവുന്നതാണ്. എന്തായാലും എവിടെ ചെന്ന് അവസാനിക്കും ഇത് എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ലോകം ഒന്നടങ്കം ചോദിക്കുന്നത്. അതേസമയം ഇറാന് മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. സൊറോഗോ ആശുപത്രി ആക്രമണത്തിന് ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം. ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ബീർബെഷയിലെ സൊറോഗോ മെഡിക്കൽ സെന്റർ തകർന്നത് ഇസ്രായേലിന് കനത്ത തിരിച്ചടിയായി. തെക്കൻ ഇസ്രായേൽ ഏറ്റവും വലിയ ആശുപത്രിയാണ് തകർക്കപ്പെട്ടത്. ആക്രമണത്തിൽ 32ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സും പ്രതികരിക്കുകയുണ്ടായി. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി ഉൾപ്പെടെ ഇറാനിൽ ആരും സുരക്ഷിതരല്ലെന്നും സൊറോഗ സന്ദർശിച്ച് നെതന്യാഹു ഭീഷണി മുഴക്കി. ഇറാന്റെ ആണവ പദ്ധതികളെ മുഴുവനുമായി നശിപ്പിക്കുമെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. റെഡ് ക്രോസും ആശുപത്രി ആക്രമണത്തെ അപലപിച്ചു. ഇറാന്റെ പരമോന്നത നേതാവ് ഖമനേയിയെ ജീവനോടെ വിടില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഈ ആക്രമണത്തിന് പിന്നാലെ മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിന്റെ സൈനിക ഇന്റലിജൻസ് വിഭാഗം പ്രവർത്തിക്കുന്നത് ആശുപത്രിയുടെ സമീപത്താണെന്ന് ഇറാൻ അവകാശപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് ഒരു ആക്രമണം നടത്തുക എന്ന നടപടി സ്വീകരിച്ചതെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഇറാൻ വിദേശകാര്യ സഹമന്ത്രിയും ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് അമേരിക്കയുടെ യുദ്ധമല്ലെന്നും സയനിസ്റ്റുകളെ അനുകൂലിച്ച് അമേരിക്ക സംഘർഷത്തിൽ ഇടപെട്ടാൽ അവരെ പാഠം പഠിപ്പിക്കുമെന്നുമാണ് ഇറാൻ ഇപ്പോൾ അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അമേരിക്കയ്ക്ക് എല്ലാ തലങ്ങളിൽ നിന്നും മുന്നറിയിപ്പ് കിട്ടുന്നുണ്ട്. ഈ ഒരു യുദ്ധത്തിൽ ഇസ്രായേലിനൊപ്പം ചേരരുത് എന്ന മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് റഷ്യ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകുന്നു, ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. എന്തായാലും അമേരിക്കയുടെ തീരുമാനം എന്താണ് എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം
അരാഖ് ആണവ കേന്ദ്രത്തിൽ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായി, അണുവികിരണം ഉണ്ടായോ എന്ന ചോദ്യമൊക്കെ ശക്തമാവുകയാണ്. ടെഹ്റാനിൽ നിന്ന് 250 കിലോമീറ്റർ അകലെയാണ് ഗോണ്ടബിലെ അരാഖ് ആണവ റിയാക്ടർ. ഇവിടെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണം നടത്തി. ഇവിടെ അണുവികിരണം ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഇവിടെ ആണവ റിയാക്ടറുകളെ തണുപ്പിക്കുന്നത് ഘനജലം ഉപയോഗിച്ചാണ്. ആണവായുധം ഉണ്ടാക്കുന്നതിൽ യുറേനിയത്തിന് ബദലായി പ്രക്രിയയിൽ ഉപോൽപ്പന്നമായി കിട്ടുന്ന പ്ലൂട്ടോണിയം ഉപയോഗിക്കുന്നുണ്ട്. ജെറുസലേമിലെ US സ്ഥാനാധിപതി കാര്യാലയത്തിൽ നിന്ന് അധിക നയതന്ത്ര ഉദ്യോഗസ്ഥരെയും കുടുംബങ്ങളെയും US ഒഴിപ്പിച്ചു. ജോർദാനും ഈജിപ്തും വഴിയാണ് ഇവരെ നാട്ടിലെത്തിച്ചത്. അമേരിക്കൻ പൗരരെ കടൽ വ്യോമമാർഗം ഒഴിപ്പിക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ടെന്ന് ഇസ്രായേലിലെ US സ്ഥാനാധിപതി മൈക്ക് ഹക്കാബി പറഞ്ഞു. സംഘർഷം പരിഹരിക്കാനുള്ള സാധ്യത തേടുകയാണ് ലോകരാജ്യങ്ങൾ. യൂറോപ്യൻ രാജ്യങ്ങൾ സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ അടിയന്തര യോഗം ചേർന്ന് വിഷയം ചർച്ച ചെയ്യും. ഇറാന്റെ വിദേശകാര്യമന്ത്രി ചർച്ചയിൽ പങ്കെടുക്കും. US ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് യോഗം, എന്നാൽ US പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കില്ല. എന്തായാലും കനത്ത യുദ്ധം തന്നെയാണ് നടക്കുന്നത്. ഇറാന്റെ 20 സേനാ താവളങ്ങൾ ആക്രമിച്ചെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുന്നു. US ഇറാനെ ആക്രമിക്കരുതെന്ന് ആവശ്യപ്പെട്ട് വൈറ്റ് ഹൗസിന് മുന്നിൽ പ്രതിഷേധമുയരുന്നു. ചൈനയും ഇന്തോനേഷ്യയും ഇസ്രായേലിൽ നിന്ന് പൗരരെ ഒഴിപ്പിക്കുന്നു. അങ്ങനെ വളരെ ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ ഇസ്രായേലിനെതിരെ ഒന്നിലധികം പോർമുനകളുള്ള മിസൈൽ ഇറാന് പ്രയോഗിച്ചെന്ന് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം അറിയിക്കുകയുണ്ടായി. വ്യോമ പ്രതിരോധത്തെ ബുദ്ധിമുട്ടിലാക്കുന്നത് മിസൈൽ ആക്രമണം ഉണ്ടാകുമ്പോൾ ഒരു പോർമുനയ്ക്ക് പകരം പല പോർമുനകളെ തിരിച്ചറിഞ്ഞ് തകർക്കേണ്ടി വരുന്നതാണ്. അയൺ ഡോം ഭേദിച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേൽ പലയിടത്തും നാശമുണ്ടാക്കി. ഇസ്രായേലിൽ ഇന്നലെ 10 മിസൈലുകളാണ് പതിച്ചത്. ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. അതിനിടെ കഴിഞ്ഞ 13-ാം തീയതി ഇസ്രായേൽ ആക്രമണം തുടങ്ങിയപ്പോൾ ട്രംപിന്റെ പ്രതിനിധി ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ഫോണിൽ ചർച്ച നടത്തി എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇത് ഇറാൻ വിദേശകാര്യമന്ത്രി സ്വീകരിച്ചത് ഇസ്രായേൽ ആക്രമണം നിർത്താതെ ഇറാൻ ചർച്ചയ്ക്കില്ല എന്ന നിലപാടാണ് എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഷ് മേഴ്സും ഫോണിൽ സംസാരിച്ചു. ഇസ്രായേലിനെയാണ് ജർമ്മനി പിന്തുണയ്ക്കുന്നതെന്ന് മേഴ്സ് പറഞ്ഞു. എന്നാൽ ആക്രമണത്തിന് ശക്തി കുറയ്ക്കണമെന്നും നയതന്ത്രത്തിന്റെ വഴി തേടണമെന്നും ജർമ്മനിയും ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്.